ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ് ഗൈസ്. മൈൻക്രാഫ്റ്റിലെ പാർട്ട് 9 ആണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഇവിടെ നമ്മളൊരു ക്രീപ്പർ ഫാം പണിതിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അത് നല്ല എഫിഷ്യൻ്റായിട്ട് വർക്കായി. ബട്ട് രാത്രി മാത്രമേ അത് വർക്ക് ആകൂ എന്ന് ഒരു സത്യം ഞാനത് തിരിച്ചറിഞ്ഞു. പിന്നെ ഗൈസ്, നിങ്ങൾ വിശ്വസിക്കില്ല, അതേപോലത്തെ ഒരു ട്രഷർ എനിക്ക് കിട്ടി ഗൈസ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല, സത്യമായിട്ട് അതേപോലുള്ളൊരു ട്രഷർ എനിക്ക് കിട്ടി ഗൈസ്. എന്തിട്ടാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അതിനുണ്ട് ഇതിനെ ഒന്ന് തീർക്കട്ടെ. ഔട്ട് ഓഫ് 2 1 രണ്ടാമത്തെ തീർത്തിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിക്കണം ഗൈസ്. എന്താണ് നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ. ഞാൻ നെതറിന്ന് കിട്ടിയ സാധനങ്ങളാണ് ഗൈസ്. ഇത് നമ്മുടെ ചെസ്റ്റില്ലേ, ഇവിടുത്തെ ചെസ്റ്റ്, ആ ചെസ്റ്റ് ഫുള്ള് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഗൈസ്, ഇത്രയും സാധനങ്ങൾ എനിക്ക് നെതറിന്ന് ഞാൻ കണ്ടുപിടിച്ച്, ഫോർട്രസ് വരെ കണ്ടുപിടിച്ചു. ഇതേ ഗൈസ്, മറ്റേ ഏൻഷ്യൻ ഡെബ്രിസ് എന്ന് പറഞ്ഞൊരു സാധനം. പിന്നെ നെതറൈറ്റ് സ്ക്രാപ്പ് കിട്ടി ഗൈസ്. പിന്നെ 2 ടെംപ്ലേറ്റ് ഉണ്ട്. പിന്നെ അതായത് ഇതേപോലത്തെ കുറച്ച് ടൂൾസ് ഉണ്ട് അയാണിൻ്റെ. പിന്നെ ഇതേ ഗൈസ് 5 കിട്ടിയിട്ടുണ്ടായി. ബാക്കി എൻ്റെ കയ്യിലുള്ള വെച്ച് ഞാനത് 5 നോക്കി. പിന്നെ ഏറ്റവും വലിയൊരു സാധനമെന്ന് വെച്ചാൽ അതേ ഗൈസ്, ബ്ലേസ് റോഡ്. യെസ് ഗൈസ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കത് കിട്ടി. ആ ഫോർട്രസ് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു ഗൈസ്. ഫോർട്രസും കണ്ടുപിടിച്ച് ഞാൻ ആ 14 ബ്ലേസ് റോഡ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഗൈസ് അയ്യോഫെൻഡർ ഗൈസ്, ഈ ഒരു പെട്ടി നിറയാറായി. അയ്യോഫെൻഡറും കൂടി ഇനി എൻഡർപേളും കൂടി ഇനി ഗൈസ് നമുക്ക് ഒപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും എൻഡർപേൾ ഒപ്പിക്കണതിന് മുമ്പ് ഗൈസ് ഇനി ഇവിടുന്ന് മേളിലോട്ട് വെച്ചിട്ട് പോകാൻ നടപടിയാണ്. ഇതും തീരാറായി. നമ്മളെ ഇതൊക്കെ അങ്ങോട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഗൈസ് നമുക്ക് ഒരു സ്റ്റോറേജ് ഏരിയ അങ്ങോട്ട് പണിയാലോ ഗൈസ്. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് സാധനമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് മൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ ഗൈസ് ബോൺ ബ്ലോക്ക് അതും ഉണ്ട് ഗൈസ് അത്യാവശ്യം. ഗൈസ് നമ്മുടെ 8 എൻഡർപേളുണ്ട് ഗൈസ്. പിന്നെ അതേ ഗൈസ് 40 ഒബ്സിഡിയൻ. നിങ്ങൾ വിശ്വസിക്കണം ഗൈസ്, 40 എണ്ണം 9 ഡയമണ്ട് ഉണ്ട് ഗൈസ്. ഒരു സങ്കടമില്ലാത്തൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽമെറ്റും ബൂട്ടും കഥം ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റോറേജ് ഏരിയയുടെ പണിയും കൊണ്ട് തുടങ്ങിയേക്കാം. അതിന് നമുക്ക് വേണ്ടത് കുറച്ച് സ്റ്റോൺ വേണം ഗൈസ്. ഇതൊക്കെ ഓൾമോസ്റ്റ് ഇതല്ല ഫുള്ളായി ഗൈസ്. കുറച്ച് വേറൊരു സംഭവം ഗൈസ്, ഞാനത് പേടിച്ചു പോയി സത്യം കിട്ടി. ഞാൻ കാണിച്ചു തരാം. ഒരു ബക്കറ്റ് വെള്ളം കാണിച്ചു തരാം ഗൈസ്, നിങ്ങൾ നോക്കൂ. അയ്യോ കിട്ടി ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. പെട്ടെന്ന് ഇത് എവിടെ നിന്ന് എങ്ങനെ വന്നതാണ് ഗൈസ് ഞാനിത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ഇരിക്കണം. ഷോ കണ്ണു കണ്ടിരുന്നു എവിടെ. ഞാനെന്നോടൊരു കേവ് കണ്ടായിരുന്നു, ഞാനവിടെ ഇറങ്ങി നോക്കിയത്. അവിടെ നിന്നാണ് നമുക്ക് ഡയമണ്ടും കുറച്ച് കിട്ടിയത്. അവിടുത്തെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ കണ്ട പാടെ ഇറങ്ങി ഓടി ഗൈസ്. വേറൊരു സത്യം എന്ന് വെച്ചാൽ അതേ ഇതൊരു സ്ലൈം ജഗാണ് ഗൈസ്. അവിടെ നിന്ന് എനിക്കൊരു കുറച്ച് സ്ലൈം കിട്ടിയായിരുന്നു ഗൈസ്.
നമുക്കിത് ലക്കാണാന്ന് അറിയില്ല ഗൈസ്. വെള്ളം കൊണ്ട് അഭ്യാസം ഇറക്കിയതാണ് ഗൈസ്. പക്ഷെ കറക്റ്റായിട്ട് എനിക്ക് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ ഗൈസ്. ഇത് നമുക്ക് തീർച്ചയാക്കാണ് ഗൈസ്. ഇത് വേറെ പറയുന്നുണ്ട്. ഈ സാധനം മറ്റൊരു ഗൈസ്. പോലെ എവിടെ നമ്മ സ്പോണാച്ചതില്ല ഗൈസ് ഒരു സ്ഥലത്ത്. ആ ഒരു സ്ഥലത്തിലെ മറ്റു സാധനങ്ങളില്ല. അതിനാണ് ഗൈസ് എനിക്ക് ഓർമ്മ വന്നത്. സാധനത്തിലേക്ക് കണ്ണി കണ്ടുകൂടാ. അത് ഇത് വലിയ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ല ഗൈസ്. നമുക്ക് അടിയിലോട്ട് അങ്ങോട്ട് പോകണം. ഡീപ്പ് ഫ്ലൈറ്റിൻ്റെ ലെവലിൽ ഗൈസ് ഇവിടുത്തെ ഒരു കേവ് ഉണ്ടായില്ലേ, നമ്മുടെ പട്ടിക്കൂട്ടനും ചെയ്ത് ഇവിടെ നിന്നാണ് ഗൈസ് കിട്ടിയത്. അവനവിടെ ഇരിപ്പുണ്ടായിരുന്നു, നമ്മളത് കണ്ടില്ല. അവൻ പട്ടിക്കൂട്ടൻ എൻ്റെ പുറകെ ഇല്ല, കുഴപ്പമില്ല ഗൈസ്. ഗൈസ് നമ്മുടെ പട്ടിക്കൂട്ടന് എന്ത് ഒരു നല്ല പേര് കൊടുക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അയ്യോ ദേവന് ദേവന് ദേവന്. ഓ ഗൈസ് ഇവിടെ പിന്നെ ചറപറ ഓട്ടോണ് ഗൈസ്. പറയാൻ നിൽക്കണില്ല, ഒരു നിൽക്കാതൊക്കെ ഉണ്ടായിരുന്നില്ല. അവന്മാർ വളഞ്ഞിട്ട് അറ്റാക്കാണ്. പിന്നെ കുറേ ടോർച്ച് അവിടെ കുത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. ആ പേടിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പോഴും. അയ്യോ ഗൈസ് കാണിച്ചു തരാം. നല്ല വാർഡൻ എത്ര പ്രാവശ്യം പോകുന്നൊരു വാർഡൻ്റെ സ്പോണിൽ നിന്നും പോകണം ഗൈസ്. നമുക്ക് ഒരമ്പ അങ്ങോട്ട് വിട്ടു നോക്കാം ഗൈസ്. ഗൈസ് ടോർച്ച് ഉണ്ടെങ്കിൽ അത് തന്നെ കുത്തി വെക്കുന്നു. ഇനി ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. അയ്യോ ചകല് ചകല് ചകല്. ഗൈസ് ഇത് 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 എന്നെ ചതിക്കാണ് ഗൈസ്. മോജാങ്ങി കൊല്ലല്ലേ. ഞാൻ ഇവിടെ നിന്ന് വല്ല ടൈമിട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നപ്പോൾ ദേടാ ഒരു വാടം നിൽക്കണ്. വന്ന വടി മിണ്ടലും പറിച്ചിട്ടൊന്നുമില്ല, അടിച്ച് ഏറി കയറ്റി ഗൈസ് എന്നെ പറപ്പിച്ചളഞ്ഞി ഗൈസ്. ഒന്നും കൂടെ ഇല്ല ഗൈസ്. എന്ത് കഷ്ടമാണെന്ന് കഷ്ടപ്പെട്ട് വാടനെ കണ്ടില്ലേ ഗൈസ് നിങ്ങൾ? ഇതാണ് സാധനം. എന്താണ് 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 അത് എന്താണ് എന്താണ് കണ്ടിട്ട് വീണ്ടും ഇല്ല 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 ഇല്ല. ഇതാണ് ഗൈസ് സാധനം. എൻ്റെ പൊന്നോ, സാധാരണ സമയത്ത് ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ അവിടെ നിൽപ്പുണ്ടാവും എന്നെ കാത്ത് ഗൈസ്. ഗൈസ് പിന്നെ നമ്മുടെ നെതറൈറ്റ് മൈനിങ്ങിൽ പോണോ ഇപ്പോൾ പോണോ അല്ലെങ്കിൽ പിന്നെ പോയാൽ മതിയാ? പിന്നെ ഈ നെതറൈറ്റും ടൂൾസിലോട്ടും നമ്മൾ പെട്ടെന്നാകണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക. അമ്മ ആരത്
ഗൈസ് എന്താ സംഭവം? എടാ കള്ള ക്രീപ്പറേ ഗൈസ്, ആ കള്ള ക്രീപ്പറൊന്ന് പൊട്ടിത്തെറിച്ച് ഇല്ലാണ്ടായിപ്പോ ഗൈസ്. എനിക്ക് ഈ ക്രീപ്പറിനെ ഓർത്തൊരു വിഷമവുമില്ല. എൻ്റെ പൊട്ടിപ്പോയ സാധനങ്ങളെ ഓർത്താണ് ഗൈസ് എനിക്കൊരു വിഷമം. ഇവിടെ എന്തൊക്കെയോ ഉണ്ടായല്ലോ. അയ്യോ, എൻ്റെ എല്ലാം എന്തൊക്കെയോ പൊട്ടിപ്പോയി ഗൈസ്. എൻ്റെ കാർട്ടോഗ്രാഫിക്കൽ ടേബിൾ ഗൈസ്, എൻ്റെ സ്മിത്തിങ് ടേബിൾ, സോറി, ഇതാണ് ഗൈസ് കാർട്ടോഗ്രാഫിക്കൽ ടേബിൾ. എൻ്റെ സ്മിത്തിങ് ടേബിൾ പോയേ ഗൈസ്. ഏതോ ഒരു എവിടെ നിന്നാണ്ടൊക്കെ വന്നൊരു ക്രീപ്പറൊന്ന് പൊട്ടിത്തെറിച്ച സ്മിത്തിൻ്റെ ടേബിൾ നശിച്ചില്ലാണ്ടായി ഗൈസ്. നീയൊക്കെ സുഖമായിട്ടാണ് ജീവിക്കണ്ടേ ഗൈസ്? വല്ല കോൾ അവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് കേട്ടെ ഗൈസ്. ഗൈസ് ഇവിടെ ഭയങ്കര കോളിന് ഭയങ്കര ക്ഷാമമാണ് ഗൈസ്. പക്ഷെ എന്ത് ചെയ്യാനാണെന്ന് അറിയോ? അതെ, കോള് 1 2 3 4 കോള് കുഴിച്ചെടുക്കാൻ കുറച്ച് പണിയാണ് ഗൈസ്. ഇത് അപൂർവമായ ഒരു ഇനത്തിൽപ്പെട്ട ഒരു സാധനമാണ് കോൾ എന്ന് പറയുന്നത്. പൊട്ടി ഗൈസ്. ഇന്ന് ലക്കില്ല ഗൈസ് നമുക്ക്. ഓക്കെ ഗൈസ്, ഇതും പൊട്ടിച്ചെടുത്ത് ഇത് ഇവിടെ നിന്നും പൊട്ടിച്ചെടുക്കുന്നു. ഞാൻ പുതിയൊരു അമ്പുമ്പിലും ഉണ്ടാക്കിയിട്ടുണ്ടായി ഗൈസ്. ബോ ഉണ്ടാക്കിയിട്ടുണ്ടായി. കൂട്ടേട്ടാ സുഭാഷേ. ഓക്കെ ഗൈസ്, നമ്മൾ എങ്ങനെയൊക്കെയോ സാഹചര്യമായി ഇവിടെ എത്തിയിരിക്കുന്നു. അതേ ഗോള് ഇരിക്കണം ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞത് എത്തിയിട്ടുണ്ട്. ഗോളിന് ക്ഷാമമൊന്നുമില്ല ഗൈസ്. ഇവിടെ തന്നെ എല്ലാം സൗകര്യങ്ങളോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ ഈ സോംബിയുടെയൊക്കെ ശല്യമുണ്ട് ഗൈസ്. കള്ള ക്രീപ്പർ വന്നത് എല്ലാം പൊട്ടിച്ച് എൻ്റെ നെതർ പോർട്ടൽ ഓഫായി. യവനൊക്കെ കൊണ്ട് ശല്യമാണ് ഗൈസ്. പിന്നെ ഫോട്ടോ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായി ഗൈസ്. എന്നിട്ട് ഗൈസ് ഞാൻ പിന്നെ എന്തിനാണ് ഗൈസ് കോൾ മെയിൻ ചെയ്ത് പോയെന്നാണ് എനിക്കറിയാത്തത്. ഇങ്ങോട്ട് നോക്ക്, 18 കോൾ ഇരിപ്പുണ്ട്. വെറുതെ ഒരിത്. ടോർച്ച് ഉണ്ടാക്കണം. നമ്മുടെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എന്ത് ഇതേ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഇരിക്കണം. അങ്ങോട്ട് എടുത്ത് ഒറ്റ കത്തിക്കണം. ഓക്കെ, സെറ്റ്. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് വെച്ച്, പ്ലേസിലോട്ട് എടുത്ത് ഇങ്ങോട്ട് വെച്ച്, ബോൺ എടുത്ത് അങ്ങോട്ട് വെച്ച്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് കോൾ, പിന്നെ ഇതിൽ നിന്ന് கொஞ்சம் വുഡ് വേണം. മതി, വെറുതെ കഷ്ടപ്പെടണം എന്തിനാണ് കേസ് സാധനങ്ങൾ കയ്യിലുള്ളപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇനി എന്നിട്ട് മുഖ്യ സാധനം അയൺ 2 പീസ് അയണില്ലേ? കിട്ടി. ആദ്യം നമുക്ക് ടോർച്ച്, TOR ടോർച്ച് ഉണ്ടാക്കാൻ സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് എവിടെ കിട്ടും? സ്റ്റിക്ക് ഇവിടെ കിട്ടും. സ്റ്റിക്ക് ഇല്ലല്ലോ. സ്റ്റിക്ക് കിട്ടി. കുറച്ച് ടോർച്ച് അവിടെ ഉണ്ടാക്കിയിട്ട്, കുറച്ചല്ല ആയിരിക്കട്ടെ ഗൈസ്. കൊള്ളാലോ, അൺലിമിറ്റഡ് ടോർച്ച്. 32 ടോർച്ച്. ഇനി ടോർച്ചിനൊരു ക്ഷാമവുമില്ല ഗൈസ്.
ഇനി എന്ത് ടേബിളാണ് ഗൈസ്? സ്മിത്തിങ് ടേബിൾ. ഇനി ടോർച്ചിൻ്റെ കളികളാണ്. ടോർച്ച് എടുത്ത് കണ്ടത്. ഓക്കെ, പിന്നീട് അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് പോകാം. ഓക്കെ, ഓൾ സെറ്റ് നൗ. നമ്മുടെ പട്ടിക്ക് ഒരു പേര് വേണം കേട്ടോ. നമുക്ക് കുറച്ച് നമ്മുടെ ക്രീപ്പർ ഫാമിൽ ഒന്ന് നിൽക്കാം. ക്രീപ്പർ ഫാമിൽ ഒന്ന് അഴിച്ചങ്ങോട്ട് പണിഞ്ഞു ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഒരു ക്രീപ്പർ അവിടെ വന്ന് മൊത്തം 3G അടിയിലത്തെ ആ സാധനം മൊത്തം പൊട്ടിപ്പോയി. പിന്നെ അങ്ങോട്ട് വന്ന് വീണതാ. പക്ഷെ എൻ്റെ പൊന്നു തുരാന്ന് പറഞ്ഞ ആൾക്കാർ വന്ന് വീണു. ആദ്യം ഒരു റോട്ടും പ്ലസ് ഇരിപ്പുണ്ട്, എടുത്തേക്കാം ഗൈസ്. ഗൺ പൗഡർ ഉണ്ട്, ബോൺ ഉണ്ട്, ആരോ ഉണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നോക്കാം. അതെ ക്രീപ്പർ ഒന്ന് ചത്തേ. ക്രീപ്പർ ഒന്ന് കൊന്നില്ലേ ഗൈസ്? നമുക്ക് TNT ഉണ്ടാക്കിയാലോ? ഗൈസ് മൈൻഡ് സെറ്റായി. TNT ഉണ്ടാക്കാം. സ്റ്റോറേജ് റൂം നമുക്ക് നാളെ ഉണ്ടാക്കാം ഗൈസ്. ടുഡേ വാസ് ആൻഡ് TNT ഡേ. അതുകൊണ്ട് നമുക്ക് TNT മതി മക്കളെ. മോനു അവിടെ നിൽക്കും. ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എല്ലാം ഒന്ന് സെറ്റ് ആകട്ടെ. ബ്ലാക്ക് വൂൾ, ഫസ്റ്റത്തെ ബ്ലാക്ക് വൂളാണ് ഗൈസ്. അതുകൊണ്ട് സ്ലൈമും കിട്ടി. 2 ചെസ്റ്റും കൂടെ ഉണ്ടാക്കിയാലോ? വേണ്ട വേണം. കുറച്ച് സാൻഡും വേണം. ഗൈസ്, ഇറ്റ്സ് ടൈം ഫോർ 3 TNT. ഗൈസ്, നമ്മൾ ഫൈനലി ഒരു 3 TNT ഉണ്ടാക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഗൈസ്, നമ്മുടെ കയ്യിൽ സാൻഡ് ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഇനിയും ഉണ്ടാക്കാം. TNT കിട്ടി. ഗൈസ്, ഫൈനലി TNT കിട്ടി. ഗൺ പൗഡർ തൽക്കാലം വെടിയിരിക്കട്ടെ. നമ്മുടെ TNT തൽക്കാലം വെടിയിരിക്കട്ടെ. ഇനി പറക്കും ഗൈസ്. TNT ഇട്ട് നമുക്ക് നെതറൈറ്റ് മൈനിങ് ഒക്കെ പോവാം. കുറച്ച് ബോൺ ഉണ്ട്. ഇത് നമുക്കെടുത്ത് ഇതൊക്കെ ഉള്ള സ്പേസ് ആയില്ലേ ഇപ്പോൾ? ഒരു സീഡ് ഇതൊക്കെ ആർക്കാണെന്നാവും. നമുക്കിത് ഗൈസ് റോട്ടൺ ഫ്ലഷാണ് ഗൈസ് സ്റ്റോക്കിലുള്ളത്. 3 സ്റ്റാക്ക് എന്താണ്ട് ഉണ്ട് ഗൈസ് റോട്ടൺ ഫ്ലഷ്. ബട്ട് നമ്മളൊന്നും തിന്നാറില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി തിന്നേണ്ട ആവശ്യമില്ല. ഷിറ്റ്, ലൈറ്റ് ഗ്രേ ഒന്നുമില്ല. എന്തൊക്കെയോ സംതിങ് ഫിഷി ഗൈസ്, സംതിങ് ഫിഷി. ഇപ്പം കുഴപ്പമില്ല. എന്തായാലും ഇവിടെ കയ്യിലിരിക്കട്ടെ ഗൈസ്. എല്ലാ പട്ടിയും നിറഞ്ഞോ ഗൈസ്? എല്ലാ പട്ടിയും നിറഞ്ഞു ഗൈസ്. പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഒന്നും നടപടിയാകില്ല. ഓക്കെ. കുറച്ച് ബോണുണ്ടല്ലോ. ബോണും എടുത്ത് നമുക്ക് ഇങ്ങോട്ട് വെച്ചേക്കാം. അത് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് വെച്ചാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു ഇതായിരുന്നു ഗൈസ് ശരിക്കും പറഞ്ഞാൽ. ബട്ട് ആദ്യത്തെ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ സ്റ്റോറേജ് ഏരിയയുടെ ഇത് സെറ്റ് ചെയ്യണമെന്നായിരുന്നു. ബട്ട് ഇപ്പം ഞാനതൊന്നും
ചെറുതായിട്ടൊന്ന് മാറ്റി ആ സ്റ്റോറേജ് ഏരിയ ഗൈസ് നമുക്ക് നാളെ സെറ്റാക്കാം. എന്തായാലും നമ്മൾ സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കിയിരിക്കും. അതേപോലെയാണ് ഗൈസ് ക്രീപ്പർ ഫാം നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ ഒരു ചെറിയ അല്ല അത്യാവശ്യം ഒരു ചെറിയ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അതിൻ്റെ പേരാണ് ഗൈസ്. ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമായിരുന്നു. പിന്നെ നമ്മൾ TNT ഉണ്ടാക്കി ഗൈസ്, അത് ഉണ്ടാക്കി. പിന്നെ നമ്മൾ വാർഡനെയും കണ്ടുപിടിച്ചു. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗൈസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടനെ പിടിച്ച് മോറൊക്കെ രണ്ടെണ്ണം പൊട്ടിക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഗൈസ്. പിന്നെ അടുത്ത ഏത് ഗെയിം കളിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.